ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നൃത്തപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. എങ്കിലും ഒരു സത്സംഗം ഇല്ലാതെ എന്ത് ഉത്സവവും പൂർണ്ണാവില്ല എന്നാ പറയുക. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്യാറ്. മണ്ഡല ഉത്സവം, താലപ്പൊലി മഹോത്സവം. ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എത്ര കാലാണ്? അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഒരു മണ്ഡലകാലം നോമ്പെടുത്ത് വ്രതശുദ്ധിയോടെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ശബരിമലയിൽ പോയി വന്നു. ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ 41 ദിവസം. അതൊരു വ്രതമാണ്. നമ്മൾ ഒരിക്കലൊക്കെ ഉണ്ട് ശബരിമല പോയി. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ 12 വർഷം. ഓരോ വ്രതങ്ങളും ഓരോ തരത്തിലാണ്. ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എല്ലാവരും അന്നദാനത്തിൻ്റെ അങ്ങോട്ട് നീങ്ങും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ അന്നം, അന്നത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നറിഞ്ഞിരിക്കണം. ഇത് വെറുതെ അറിയുന്നതല്ല. പണ്ട് മുത്തശ്ശി വീട്ടിൽ വറ്റൊക്കെ താഴെ വീണു പോയാൽ പറയും, വറ്റിൽ ചവിട്ടാൻ പാടില്ല, അന്നത്തെ നിന്ദിക്കാൻ പാടില്ല എന്ന് പറയും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ പറയും, എഴുന്നേൽക്കരുത്, അന്നത്തിനെ ബഹുമാനിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഹൈന്ദവനായി ജനിച്ചിട്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അറിയണ്ടേ? അതിനു വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം എടുത്തത്. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളുടെ സത്ത കറന്നെടുത്ത് വെച്ചതാണ് ഉപനിഷത്തുക്കൾ, അതായത് വേദാന്തം. ഈ വേദാന്തങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ 108 എണ്ണം ഉണ്ട്. 108 ഉപനിഷത്തുക്കളിൽ പ്രധാനപ്പെട്ട ഒന്നായ തൈത്രിയോപനിഷത്തിലാണ് അന്നന്ന നിന്ദ്യാത്, അന്നത്തെ നിന്ദിക്കരുത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിന് പിറകിലുള്ള ഒരു ചെറിയ കഥയും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മഹാഭാരതത്തിലെ മറ്റൊരു കഥയും പറയാം. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതായത് ഭൃഗു മഹർഷി, എല്ലാവർക്കും അറിയാം ശ്രീവത്സത്തിന്റെ പിന്നിലെ കഥ. ഭൃഗു മഹർഷി അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛനാണെങ്കിലും അച്ഛ എന്ന് വിളിച്ചിട്ടല്ല ചോദിക്കുന്നത്. ഹേ ദേവർഷേ, എനിക്ക് ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും. ബ്രഹ്മം എന്താണ്? അതാണ് ചോദ്യം. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ബ്രഹ്മമയാണ് എന്ന്. എന്താണ് ബ്രഹ്മം? അത് വിശദമായി പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോ അച്ഛനായ വരുണൻ മകനുമായ ഭൃഗുവിനോട് പറയാണ്, അന്നം ബ്രഹ്മമാകുന്നു. പിന്നെ എന്തൊക്കെയാ ബ്രഹ്മം? അന്നം മാത്രമാണോ ബ്രഹ്മം എന്ന് ചോദിച്ചപ്പോ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ.
അത് മാത്രം അല്ല, നമ്മളുടെ മനസ്സ് ബ്രഹ്മമാകുന്നു, പ്രാണൻ ബ്രഹ്മമാകുന്നു, വാക്ക് ബ്രഹ്മമാകുന്നു, നമ്മുടെ ശ്രോത്രങ്ങളും ചക്ഷുസ്സും അതായത് ചെവിയും കണ്ണും ബ്രഹ്മമാകുന്നു. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഇതെല്ലാം അറിയാൻ ഞാൻ എന്തു ചെയ്യണം എന്നായി ചോദ്യം. അപ്പോ വരുണ ഭഗവാൻ പറയാണ്, മോൻ പോയി തപസ് ചെയ്യണം. കേട്ടതും പോയി അറിയാനുള്ള ആകാംക്ഷ ഉള്ള വ്യക്തിക്ക് ഈ വക കാര്യങ്ങൾ, അതായത് ബ്രഹ്മോപദേശം, ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാവൂ. അങ്ങനെ ഈ ഭൃഗു മഹർഷി തപസ് ചെയ്യാൻ പോയി. കുറച്ചു കാലം തപസ് ചെയ്ത് തിരിച്ചു വന്നു. എന്നിട്ട് അച്ഛനോട് പറയാണ്, അതെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അന്നം ബ്രഹ്മമാകുന്നു. എങ്ങനെയാ തൈത്തിരീയം പറയുന്നത് എന്നറിയോ? അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. അതെങ്ങനെയാ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ, തപസ് ചെയ്യുമ്പോ ഋഷീശ്വരന്മാർ മനനം ചെയ്യും. ഓരോ കാര്യത്തിനെ കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് അവരൊരു തീരുമാനത്തിലെത്തും. ഇവിടെ എന്താ മനസ്സിലായേ? ഒരു വ്യക്തി, ഇപ്പൊ നമ്മളെല്ലാം ജനിക്കുന്നത് എവിടെ നിന്നാ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാ. അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാ നമ്മൾ ഉണ്ടായത്? അച്ഛൻ കഴിച്ച, അമ്മ കഴിച്ച അന്നത്തിൽ നിന്നാ. ആ അന്നത്തിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മള് ജനിക്കുമ്പോ 2 കിലോ ഉള്ളൂ. എന്നിട്ട് വളർന്നു വലുതാവുന്നതും അന്നം കഴിച്ചിട്ടാ. അപ്പൊ എത്ര കിലോ ആവും? മാക്സിമം ഒരു 60-70 ഒക്കെ കിലോ ആവും നമ്മൾ. ചിലർ അതിനും കൂടുതലാവും, ചിലർ അത്ര ആവില്ല. ഇനി മരിച്ചു കഴിഞ്ഞാലോ നമ്മളെ കൊണ്ടുപോയി ഭസ്മാന്തം ശരീരം ചുടലയിൽ വെച്ച് കത്തിച്ചു കഴിഞ്ഞ ആ ഭസ്മം വെണ്ണീർ വീണ്ടും മറ്റ് വൃക്ഷങ്ങൾക്ക് വളമായിട്ട് മാറി അത് പൂത്ത് കായ്ച്ച് അന്നമായി മാറുന്നു. ഇതാണ് അതിൻ്റെ ഒരു സൈക്കിൾ. അതായത് ഇവിടെ പറയാണ്, ഈ അന്നത്തിൽ നിന്നാണ് സർവഭൂതങ്ങളും സർവജീവരാശികളും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്നം ബ്രഹ്മമാകുന്നു. ഇങ്ങനെ ഉപനിഷത്ത് പറയുന്നത് പോലെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ഉപനിഷത്തുക്കൾ പറയുന്ന കാര്യം പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ ആ അന്തസത്ത കറന്നെടുത്ത് 2 ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചു. അതാണ് രാമായണവും മഹാഭാരതവും. ഇതേ മഹാഭാരതത്തിൽ ഈ കാര്യം വീണ്ടും ഒന്നുകൂടി വ്യക്തമായി ഒരു കഥയിലൂടെ പറയുന്നുണ്ട്. എന്താണ് അന്നത്തിൻ്റെ പ്രാധാന്യം? എന്തിനാ നമ്മളിങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നേ? പലരും പരിഹസിക്കൂലേ, എപ്പോൾ നോക്കിയാലും കഴിപ്പാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനൊരു കാരണം ഉണ്ട്. മരണത്തോടടുത്തിരിക്കുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ജീവനെ നിലനിർത്തണമെങ്കിൽ അന്നത്തിനേ കഴിയൂ. ജീവൻ ഇങ്ങനെ പോവാറാവുന്ന സമയത്താണ് അത്ര ഇവർ കൂടുതൽ അന്നം ആവശ്യപ്പെടുക, വെള്ളമൊക്കെ ആവശ്യപ്പെടുക. അതുകൊണ്ട് അന്നം എന്താണ് എന്ന് മഹാഭാരത കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഹാഭാരതം 18 പർവ്വങ്ങൾ അങ്ങനെ നിവർന്ന് കിടക്കുക. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്ന ഈ ലോകത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിപുലമായ ഗ്രന്ഥം. വ്യക്തമായി മനുഷ്യൻ്റെ കാര്യങ്ങൾ ജനനം മുതൽ മരണം വരെ അവനെന്തെല്ലാം അറിയേണ്ടതുണ്ടോ എല്ലാം ഉള്ള ഒരേ ഒരു ഗ്രന്ഥം മഹാഭാരതം. ഈ മഹാഭാരതത്തില് ഭീഷ്മപർവം എത്തുമ്പോൾ നമുക്കവിടെ ഭഗവത്ഗീത കാണാം. ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത് കാണാം. അതിനുശേഷം ഈ ശരശയ്യയിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭീഷ്മ പിതാമഹരുടെ അടുത്തേക്ക് ശാന്തി പർവ്വമാണെങ്കിലും മനസ്സിനൊരു ശാന്തി ഇല്ല. ആർക്ക്? ധർമ്മപുത്രർക്ക്, യുധിഷ്ഠിരന്. ധർമ്മപുത്രർ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. എന്താ ചോദ്യങ്ങള്? ഒരു രാജാവിന് എങ്ങനെ ധർമ്മത്തിലൂടെ വ്യക്തമായി സുന്ദരമായി രാജ്യം ഭരിക്കാം? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം രാജാവായ ആ രാജ്യത്ത് ധർമ്മം നിലനിൽക്കും, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഇതൊന്നും പഠിക്കാതെ ആ കസേരയിൽ പലരും കയറിയിരിക്കുമ്പോൾ പ്രജകൾക്ക് ആകെ കൂടി പ്രശ്നങ്ങളായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചെന്ന് ചോദിക്കുകയാണ്, ഹേ പിതാമഹ,
നമ്മുടെ രാജ്യത്ത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, അതായത് ധർമ്മം ക്ഷയിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, ദുഷ്കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ, മഴ പെയ്യാതെയാകുമ്പോൾ, ഉപജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കള്ളന്മാർ പെരുകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. മഴ ശരിക്കും സമയത്ത് പെയ്യുന്നില്ല, തോന്നിയ പോലെയാണ്, കൃഷിയൊന്നും ശരിക്ക് വളരുന്നില്ല, കൃഷിനാശം സംഭവിക്കുന്നുണ്ട്, കള്ളന്മാര് ഒരുപാട് പെരുകിയും കൊണ്ടിരിക്കുകയാണ് അല്ലെ, സ്വർണത്തിന് വില കൂടിയതും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ നമ്മൾ രാജാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? ധർമ്മമാർഗത്തിലൂടെ പോകുന്ന വിപ്രന്മാർ, ബ്രാഹ്മണർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ശരശയ്യയിൽ വേദനിക്കുന്ന ശരീരത്തിൽ കിടന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹൻ അതിനുത്തരം പറയാ. ഇപ്പൊ നമ്മളോട് പറയാനുള്ളത് തന്നെ എന്താ പറഞ്ഞത് എന്നറിയോ? ഒരു രാജ്യത്ത് അധർമ്മം ഉണ്ടാകാൻ കാരണം ആ രാജാവാണ്. രാജാക്കന്മാർ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ഭരണം നടത്തിയാൽ അവിടെ അധർമ്മം ഉണ്ടാവില്ല, അശാന്തി ഉണ്ടാവില്ല, മാത്രമല്ല അകാല മരണമോ രോഗമോ ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ കാരണം എന്താ? രാജാവ്, ഭരണാധികാരികളാണ്. അങ്ങനെ പറയുമ്പോൾ ചോദിക്കും, രോഗം വരുന്നത് മന്ത്രിമാരുടെ കുറ്റം കൊണ്ടാണോ? കറക്റ്റ് സമയത്ത് നമുക്ക് വാക്സിനേഷൻ തരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റിന്റെ കുറ്റം തന്നെയല്ലേ? അന്നും രാജാവിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അതുപോലെ പോഷകാഹാരം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് ഭരണകർത്താക്കളുടെ ചുമതലയാണ്. നമുക്ക് എപ്പോഴാ പോഷകാഹാരം കിട്ടുക? ഗവൺമെന്റ് അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്സവം വരണം അല്ലേ? ഇപ്പൊ ന്യൂ ഇയർ വരുന്നു, ക്രിസ്മസ് വരുന്നു, ഇതേ നിങ്ങൾക്ക് കിറ്റ് ഉണ്ട്. അല്ലെങ്കിലോ ജനങ്ങളെ ആരോഗ്യത്തിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ആയിരിക്കരുത് ഒരു രാജാവ് എന്ന് മഹാഭാരതം നമ്മളോട് പറയാം. അതാ പറഞ്ഞത്, മഹാഭാരതത്തിൽ നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ രാജാവിൻ്റെ അധർമ്മം ഇതിനെല്ലാം വഴിയൊരുക്കും. അതുകൊണ്ട് രാജാവ് ധർമ്മത്തിൽ അധിഷ്ഠിതമായി ഭരണം നടത്തണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് മനസ്സിലായില്ലാലോ എന്നുള്ള പോലെ നിൽക്കുകയാണ് ധർമ്മപുത്രർ. അപ്പോ ചിരിച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹർ പറയാണ്, പണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പണ്ട് യുഗങ്ങൾ മാറുമ്പോൾ യുഗസന്ധി എന്നാ പറയുക. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്നതാ. രാവിലെയും രാത്രിയും സന്ധിക്കുമ്പോഴാണ് സന്ധ്യാനാമം നമ്മൾ പറയുന്നത്. രാവിലെയും ഒരു സന്ധ്യയുണ്ട്, ഉച്ചയ്ക്കും ഒരു സന്ധ്യ ഉണ്ട്, സന്ധിക്കുന്ന സമയം. ഇവിടെ യുഗസന്ധി എന്ന് പറഞ്ഞാൽ 2 യുഗങ്ങൾ സന്ധിക്കുന്നത്. കൃതം, ത്രേതം, ദ്വാപരം, കലി, ഇങ്ങനെ 4 യുഗങ്ങളാണ്. ഇതിലെ ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ധർമ്മം ക്ഷയിക്കും, മനുഷ്യന്റെ ആയുസ് കുറയും. അപ്പൊ അതിൻ്റെതായ ദോഷങ്ങൾ കാണും. ഇവിടെ ത്രേതായുഗം ശ്രീരാമചന്ദ്രൻ ഭരിച്ചിരുന്ന കാലം, ആ യുഗം അവസാനിച്ച് ദ്വാപരയുഗം ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ്. ഒരു യുഗം മാറി അടുത്ത യുഗത്തിലേക്ക്, അതാണ് യുഗസന്ധി. ആ സമയത്ത് 12 വർഷക്കാലത്ത് മഴ പെയ്തില്ല. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു വർഷം മഴ പെയ്തില്ലെങ്കിൽ വയ്യ, 12 വർഷം മഴ പെയ്തില്ല. മഴ പെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? കിണറൊക്കെ വറ്റി, കുളങ്ങൾ വറ്റി, പുഴ വരണ്ടു അല്ലേ? പിന്നെ എവിടെ നിന്ന് എടുക്കണം? കടലിൽ കുറച്ച് വെള്ളമുള്ളത് പ്യൂരിഫൈ ഒക്കെ ചെയ്തെടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ഇത്തിരി വെള്ളം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ, ഭക്ഷണം ഇല്ല. എന്താ കാരണം? മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് എന്തിനാ ഈ മഴ ഇങ്ങനെ പെയ്യണേ? രാവിലെ കുട്ടി സ്കൂളിലേക്ക് ഷൂ ഇടാൻ പറ്റാണ്ട് ചോദിച്ചപ്പോൾ അമ്മ പറയാ, അന്നം മുട്ടും, എന്താ കൃഷി ഉണ്ടാവില്ല, നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല മഴ പെയ്തില്ലെങ്കിൽ. അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു. ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ ധാന്യങ്ങൾ ഉണ്ടാവണം, കൃഷി നടക്കണം. മഴ പെയ്തില്ല, കൃഷി നിലച്ചു, കൃഷി നടത്താൻ വെള്ളം ഇല്ല. അപ്പൊ പിന്നെ എന്തായി? എല്ലാവർക്കും ഈ വെള്ളം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ധാന്യങ്ങൾ ഇല്ല. ധാന്യങ്ങളില്ലാതെ ആയപ്പോ എത്ര ദിവസം വെള്ളം കുടിച്ച് ജീവിക്കുക? ഇപ്പൊ ഇവിടെ മുസ്ലിംസൊക്കെ ഒരു മാസം വെള്ളം പോലും കുടിക്കാതെ വൈകുന്നേരം മാത്രം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അവരങ്ങനെ ജീവിക്കുന്നു. ഈ ജീവനെ നിലനിർത്താൻ കുറച്ച് ആഹാരമേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരുപാട് കാലഘട്ടം അവരങ്ങനെ ജീവിക്കുന്നില്ല, ഒരൊറ്റ മാസം. ഇവിടെ എത്ര കാലമായി? 12 വർഷമായി മഴ പെയ്തിട്ട് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ.
എല്ലാ ജീവജാലങ്ങളും നെട്ടോട്ടം ഓടാൻ തുടങ്ങി. വെള്ളം കുടിക്കും, അതിൻ്റെ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ കഴിയും, വീണ്ടും വെള്ളം അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ, മഴയില്ല. അങ്ങനെ മനുഷ്യനെ തന്നെ കൊന്നു തിന്നേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുക. മൃഗങ്ങളൊക്കെ ഇല്ലാതെയായി, കൊന്നു തിന്നിട്ട്. വിശ്വാമിത്ര മഹർഷി ധ്യാനത്തിൽ തപസ് നിന്ന് ഉണർന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സർവന്തര്യാമ ഋഷീശ്വരന്മാർക്ക് അറിയും. ആശ്രമത്തിൽ നിന്നും പുറത്തിറങ്ങി ഒരുപാട് സ്ഥലത്തേക്ക് പോയി. കുറച്ചു കാലം തപസ് ചെയ്ത ഋഷീശ്വരന്മാരും ഭക്ഷണം കഴിക്കും. ഭക്ഷണം അന്വേഷിച്ചു. ഋഷീശ്വരന്മാരെ എങ്ങനെയെന്നോ, ബ്രാഹ്മണരാ, ഒരിക്കലും അവരധ്വാനിച്ചല്ല, ഭിക്ഷാന്നം എടുത്ത് അവർക്ക് എന്താണോ കിട്ടിയത്, ഒരു നേരെ കിട്ടിയുള്ളൂ വെച്ചാൽ പെരുമ്പാമ്പിനെ പോലെ അതും കഴിച്ച് അവരവിടെ ഇരിക്കും. ഇതെന്നെ സുഖം എന്ന് വിചാരിച്ചിട്ട് അത്യാർത്ഥി ഇല്ല. ഈ മഹർഷീശ്വരൻ പല കുടിലുകളിലും പണ്ടൊക്കെ തപസ് നിർത്തി എവിടെയെങ്കിലും പോയി ഒരു അന്നം ചോദിച്ച, യാചിച്ച എല്ലാവർക്കും മത്സര ഭിക്ഷ കൊടുക്കാൻ. ഇദ്ദേഹം ബ്രാഹ്മണനാണ്, ബ്രഹ്മജ്ഞാനം ഉള്ളവനാ ബ്രാഹ്മണൻ, അതുകൊണ്ട് മത്സരമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇദ്ദേഹം അലഞ്ഞു നടന്നു, ഭിക്ഷ ചോദിച്ചു. ആരും അന്നം കൊടുത്തില്ല. എന്താ കൊടുക്കാഞ്ഞേ? അവർക്ക് തന്നെ കഴിക്കാനൊന്നും ഇല്ല. അങ്ങനെ ഒരു വലിയ കാട്ടിനുള്ളിൽ ഈ മഹർഷീശ്വരൻ എത്തി. അവിടെ എത്തിയതിന് ശേഷം കുറേ കുടിലുകൾ കാണുക. എന്ത് കുടിലുകളാണെന്നറിയോ? ചണ്ടാല കുടിലുകളാ. നമ്മുടെ മഹാഭാരതം അതിൽ കുടിലുകൾ എന്ന് തന്നെ പറയുന്നു. ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നവൻ, അത്രേ അർത്ഥമുള്ളൂ ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മളിൽ പലരുണ്ട് ബ്രാഹ്മണരല്ലാത്ത ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മാംസം ഭക്ഷിക്കുന്നവരാ. അങ്ങനെ ഒരു ഗ്രൂപ്പ്. കുറേ കുടിലുകളാണ്, അങ്ങനെ ചെറിയ ചെറിയ ഓലയൊക്കെ മെടഞ്ഞ ചെറിയ ചെറിയ വീടുകൾ, ഒരു തെരുവാണ്. അവിടെ എല്ലാ വീടുകളിലും പോയി ഭക്ഷണം കിട്ടിയില്ല. അവിടെ അങ്ങോട്ട് തളർന്ന് ഇരിക്കുകയാണ്, നടക്കാൻ ഇനി വയ്യ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നും ചിന്തിച്ച് അദ്ദേഹം തളർന്ന് അവിടെ ഇരുന്നു. ആ ഇരുന്ന സ്ഥലത്തിന് മുന്നിൽ ഒരു കുടില് കണ്ടു. ആ കുടിലിങ്ങനെ ഓലയൊക്കെ മെടഞ്ഞ് കെട്ടി വെച്ചിരിക്കുക. ആ ഓലപ്പഴുതിലൂടെ അകത്തേക്ക് ഇദ്ദേഹം നോക്കിയ സമയത്ത് ഒരു നായയെ കൊന്ന് കെട്ടി തൂക്കി, മാംസക്കടയിലില്ലേ, അറവുശാലയിൽ കെട്ടും പോലെ തൂക്കി വെച്ചിരിക്കുന്നു. ആ തൂക്കി വെച്ചിരിക്കുന്ന മാംസം പട്ടിയുടെ ഏത് ഭാഗമാണെന്നറിയുമോ? പൃഷ്ഠഭാഗം, ബാക്ക് സൈഡാ, ഏറ്റവും അധമമായ ഭാഗം. ഇത് കണ്ടു. പക്ഷേ ബ്രാഹ്മണനായതുകൊണ്ട് ഭിക്ഷാന്നം ചോദിച്ച മാംസം ആരും തരില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോകും എന്ന അവസ്ഥ. ഇദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഈ കുടിലുള്ളവരൊക്കെ ഉറങ്ങട്ടെ, എന്നിട്ട് കയറി അതെടുത്ത് കഴിക്കാം. എന്താ അങ്ങനെ പറഞ്ഞ? മോഷ്ടിക്കാൻ തീരുമാനിച്ചു. ശരിക്ക് ഒരു ബ്രാഹ്മണൻ ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഒരു ചണ്ടാലന്റെ കുടിലിൽ നിന്ന്. പക്ഷേ വിശപ്പ്, അതാണ് അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. മറ്റുള്ള പ്രാണികളിൽ ആവേശിച്ചിരിക്കുന്ന വിശപ്പ് ഞാനാകുന്നു, വൈശ്വാനരനാകുന്നു ഞാൻ എന്നാ പറയുന്നത്. ഇവിടെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം അവിടെ തളർന്നിരുന്നു. എന്തിനു വേണ്ടിയാ ഇരുന്ന്? ആ ചണ്ടാലക്കുടിലെ വ്യക്തികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറങ്ങി. കൂർക്കം വലിക്കുന്ന ശബ്ദം ഉറപ്പുവരുത്തിയതിന് ശേഷം നട്ടപ്പാതിരയായപ്പോ ഈ വിശ്വാമിത്ര മഹർഷി ആ കുടില്, ഒരു ഓല കൊണ്ടുള്ള അടപ്പ, അതിങ്ങോട്ട് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ ഈ മാംസം തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അത് വെട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങൾ എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. കാല് തട്ടി അത് താഴെ വീണു. ഈ ശബ്ദം കേട്ടതും ചണ്ടാലൻ ഉണർന്ന പിന്നെ എന്താ ചെയ്യുക? കള്ളനാന്ന് വിചാരിച്ച് നമ്മൾ ഉറക്കം ഒച്ചയിടും അല്ലേ? ഇദ്ദേഹം ഉറക്കെ ഒച്ചയിട്ടു. ആരാണ് അവിടെ? ആരാണ് എൻ്റെ കുടിലിൽ മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ചോദ്യം കേട്ടതും ഈ ബ്രാഹ്മണൻ സത്യം പറഞ്ഞ ആകെ ഭയന്നു. കാരണം ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് മറ്റൊരുത്തൻ്റേത് മോഷ്ടിക്കുക. അതിനും അപ്പുറം ഒരു ബ്രാഹ്മണനായ ഞാൻ മാനം നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഒരു കുടിലിൽ, ചണ്ടാലൻ്റെ കുടിലിൽ, അതും എന്താ മോഷ്ടിക്കാൻ തുടങ്ങണേ? മാംസം, ബ്രാഹ്മണർക്ക് നിഷിദ്ധമായ മാംസം. ആകെ ലജ്ജ കൊണ്ട് മാനം കെട്ട് പേടിയോടുകൂടി പറഞ്ഞു, അയ്യോ ബ്രഹ്മസത്തമാ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ആ സമയത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങ് എൻ്റെ കുടിലിൽ കയറിയത്?
അങ്ങ് എന്തിനാണ് പുറപ്പെടുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് പറയാണ്, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. വിളക്ക് കൊളുത്തിയപ്പോ ഈ പൂണൂല് കണ്ടു. അപ്പൊ വിളിക്കുക, ഹേ ബ്രാഹ്മണോത്തമ എന്ന്. കാരണം അപ്പൊ കള്ളനാന്ന് വിചാരിച്ച ആ വ്യക്തി, അതാണ് ഒരു ചണ്ടാലനാണെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവനാണെങ്കിലും മൃഗങ്ങളെ ഭക്ഷിക്കുന്നവനാണെങ്കിലും അദ്ദേഹം ഒരു ശുദ്ധാത്മാവായിരുന്നു. ഒരു ബ്രാഹ്മണനെ നമ്മൾ എത്രത്തോളം ആരാധിക്കണം, ബഹുമാനിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് എന്താണ് ഈ ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് പാടില്ല, അതുകൊണ്ട് ഞാൻ ഈ മാംസം മോഷ്ടിക്കാൻ തുടങ്ങിയതാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ കൊല്ലുന്നാണ് ആദ്യം പറഞ്ഞു, കള്ളനാണെങ്കിൽ കൊല്ലരുതേ എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ്, ബ്രാഹ്മണനല്ലേ, ബഹുമാനത്തോടു കൂടി ഒന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഒരു ബ്രാഹ്മണനായ അങ്ങ് ചണ്ടാലന്റെ കുടിലിൽ കയറി മാംസം ഭക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പൊ പറഞ്ഞു, എനിക്ക് വിശപ്പ് കൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും എന്ന അവസ്ഥയാണ്. മരണത്തെക്കാൾ ശ്രേയസ്കരം ജീവിതം തന്നെയാണ് എന്ന് നമ്മളോട് പറയാം. നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്. ഒരു പേപ്പർ തുറന്ന എന്താ കാരണം? നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ കുട്ടികളാകുമ്പോഴോ മുതിർന്നാലോ പഠിക്കുന്നില്ല. ഇവിടെ പറയാണ്, ഒരു പട്ടിയുടെ മാംസം തിന്നിട്ടാണെങ്കിലും എൻ്റെ ജീവൻ ഞാൻ നിലനിർത്തണം എന്നാണ് ഇപ്പൊ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. അപ്പൊ ചണ്ടാലൻ ഒരു ബ്രാഹ്മണനെ ഉപദേശിക്കുന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാം. ചണ്ടാലൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് ഇപ്പോൾ ഈ ചിന്തിച്ചത് തന്നെ അധർമ്മമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു ബ്രാഹ്മണന് മാംസം നിഷിദ്ധമാണ്, അവനത് മോഷ്ടിക്കാനോട്ട് ഒട്ടും പാടില്ല. രണ്ടാമത്, എന്ത് മാംസ അങ്ങ് കണ്ണുവെച്ചിരിക്കുന്നേ? പുറത്തുനിന്ന് നോക്കിയപ്പോൾ അങ്ങക്ക് മനസ്സിലായി അതൊരു നായ മാംസം, അല്ലെങ്കിൽ പട്ടി നായ ഒന്നെന്നാണ് അതിൽ പറയുന്നത് കേട്ടോ, ബ്രിട്ടീഷുകാരെ പോലെ. ഒരു നായയുടെ മാംസം, അത് ഒട്ടും കഴിക്കാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർ പറയുന്നത് കുറുക്കന്റെ മാംസത്തെക്കാൾ മോശമാണ് നായയുടെ മാംസം. എന്താ കാരണം? കുറുക്കൻ എന്താ കഴിക്കുക? കോഴിയെ കഴിക്കുക, മാംസം തന്നെയാ. പട്ടി എന്തൊക്കെയാ കഴിക്കുക? എല്ലാ സാധനവും എടുത്ത് കഴിക്കൂലേ, മോശം വിസർജ്യം ഒക്കെ കഴിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം നായ വളരെ മോശമാണ് എന്നാണ്. മറ്റൊന്ന്, അങ്ങ് ശ്രേഷ്ഠനായ ബ്രാഹ്മണനായിട്ട് ഈ പട്ടിയുടെ പൃഷ്ഠഭാഗം കഴിക്കുമ്പോൾ അത് അതിലും മോശമായ കാര്യമാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങ് ഈ നിഷിദ്ധമായ കാര്യം ചെയ്യരുത്. അതിനു പകരം അങ്ങയുടെ തപസ്സിനെ കുറിച്ച്, ധർമ്മത്തെ കുറിച്ച് അങ്ങ് ഓർമ്മിക്കണം. തൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഭക്ഷണം അങ്ങ് തിരഞ്ഞ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഭക്ഷിക്കണം. ഒരിക്കലും ഈ അധർമ്മം ചെയ്യരുത് എന്ന് ഉപദേശിച്ചു. ഹേ മഹേശ എന്നാ വിളിക്കുന്നത്, മഹാശയ എന്ന്. മഹാശയ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ആശയമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് മഹാശയ എന്ന് വിളിച്ചത്. ഹേ മഹാശയ, അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഇനിയും ഭക്ഷണം അന്വേഷിച്ച് നടക്കാൻ എനിക്ക് ഒരടി അങ്ങോട്ട് നടക്കാൻ വയ്യ. മാത്രമല്ല, ഒന്നും കഴിക്കാതെ ഞാൻ ഇവിടെ കിടന്ന് അങ്ങോട്ട് മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഒരിത്തിരി പട്ടി മാംസം കഴിച്ചിട്ടെങ്കിലും എൻ്റെ ജീവനെ നിലനിർത്തുന്നതാ. കാരണം എന്താ? ജീവിച്ചിരിക്കുന്നതാണ് മരണത്തെക്കാൾ ശ്രേയസ്കരം. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പാഠം. ജീവിതത്തിനു മുന്നിൽ വഴിമുട്ടി ഹൈന്ദവരിൽ പലരും ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ അറിയേണ്ട പാഠം എന്താ? ജീവിതമാണ് മരണത്തെക്കാൾ ശ്രേയസ്കരം. ആത്മഹത്യയൊക്കെ ചെയ്യണം തോന്നി, ഒരു നിമിഷം ആ വിഷമൊക്കെ വാങ്ങി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒന്ന് കോളിംഗ് ബെല്ല് ആരെങ്കിലും ദൈവത്തിന്റെ ദൂതനെ പോലെ അടിച്ചാൽ മതി. അപ്പോൾ വന്നു, ഞാൻ നിങ്ങളെ കടം വീട്ടാൻ വന്നതാ, ഇതാട്ടോ 10,000 എന്ന് പറഞ്ഞു കൊടുത്ത അദ്ദേഹം പിന്നെ വിഷം കുടിക്കില്ല. ഒരു നിമിഷ നേരത്തെ മനസ്സിന്റെ ദൗർബല്യമാണ് ആത്മഹത്യ. അതുകൊണ്ട്
ഹൈന്ദവൻ അവൻ്റെ ഗ്രന്ഥം പഠിച്ച് അതിൽ പറയുന്ന ആ ശ്രേയസ്കരമായ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം എത്രയോ ജന്മങ്ങൾക്ക് പുഴുവായി പാറ്റയായി പഴുതാരയായി കിട്ടിയതിന് ശേഷമാണ് ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടുന്നത്. അത് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. അതും ഉപനിഷത്ത് പറയുന്നുണ്ട്, മഹതോ വിനഷ്ടി, ഹേ മഹത്വക്കളെ, അമൃതത്വത്തിൻ്റെ പുത്രന്മാരെ എന്ന വേദം നമ്മളെ വിളിക്കുന്നത്. നിങ്ങൾ ഇത് കേട്ടാലും ശൃണ്വന്തു വിശ്വ അമൃതസ്യ പുത്ര, അമൃതത്വത്തിന്റെ പുത്രന്മാരെ നിങ്ങൾ ഇത് കേട്ടാലും. നമ്മൾ ഇത്തിരിയുള്ളൂ, കുട്ടി പുസ്തകങ്ങളാ ഉപനിഷത്തുകൾ, അതെല്ലാം എടുത്ത് മനസ്സിലാക്കുക. മഹാഭാരതം കഥ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ പറയാണ് ചണ്ഡാലനോട്, അതുകൊണ്ട് മരണത്തെക്കാൾ ശ്രേയസ്കരമായ ജീവിതം, എൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഞാനിപ്പോ ഈ അധർമ്മം ചെയ്യാണ്. ഇപ്പൊ പറഞ്ഞു, ഇത് ഏറ്റവും വലിയ തെറ്റല്ലേ, ഒരു ബ്രാഹ്മണനായിട്ട് അങ്ങ് ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞേന്നോ, ഈ നിമിഷം ഞാൻ ഒന്നും കഴിക്കാതെ മരിച്ചു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം ജീവിച്ചിരിക്കുന്നതാ. അത് പട്ടിമാംസായാലും കുഴപ്പം ഇല്ല. പിന്നെ അത് പാപമാണെന്ന് അങ്ങ് പറഞ്ഞുല്ലോ, ഞാൻ എങ്ങാനും ഇത് കഴിച്ച് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? പിന്നീട് പ്രായശ്ചിത്തം, എന്ത് തെറ്റ് ചെയ്താലും നമുക്കതിന് പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്തൊരു പ്രശ്നമില്ല എന്ന് പറയില്ലേ, പ്രായശ്ചിത്തം ഉണ്ട് ഹൈന്ദവന്. ആ പ്രായശ്ചിത്തം ചെയ്ത് മനസ്സ് ശുദ്ധീകരിച്ചോളാം, ഇപ്പോ ഞാനിത് കൊണ്ടുപോകാൻ തുടങ്ങുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ചണ്ഡാലൻ വീണ്ടും തടഞ്ഞിട്ട് പറഞ്ഞു, അരുത്, ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വീണ്ടും ഉപദേശിക്കുക. എന്താ പറയുന്നതെന്നറിയോ, അങ്ങ് ഇങ്ങനെ ചിന്തിച്ച് ഇത് കൊണ്ടുപോയി കഴിക്കുകയാണെങ്കിൽ, ഒന്നാമത് അങ്ങ് മറ്റുള്ള 3 സമുദായങ്ങൾക്കും വർണ്ണങ്ങൾക്കും മാതൃകയാകേണ്ട വ്യക്തിയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഇതിനെ കുറിച്ചാ പലരും പറയാ, ഭഗവാൻ തന്നെയല്ലേ ഈ ജാതിയൊക്കെ ഉണ്ടാക്കിയേ. അതൊരു തെറ്റിദ്ധാരണ. ഒരിക്കലും നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നായരും തീയരും അങ്ങനെയുള്ള ഒരു ജാതി മതങ്ങളും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുണ്ടാക്കിയതാ, അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ക്രിട്ടിസൈസ് ചെയ്യുന്നവരെന്താ പറയുന്നത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഭഗവാൻ തന്നെയല്ലേ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയത്. എങ്ങനെയാ ഉണ്ടാക്കിയത്? ഗുണകർമ്മ വിഭാഗശ, അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണത്തിനനുസരിച്ച് ചാതുർവർണ്ണ്യം. ഏതൊക്കെയാ 4 വർണ്ണങ്ങൾ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇവർ 4 പേരും വേണം ഈ സൊസൈറ്റി ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ. ഇവിടെ പറയാണ്, അങ്ങ് ഈ നമ്മുടെ മറ്റ് 3 വർണ്ണങ്ങൾക്കും മാതൃകയാകേണ്ട വ്യക്തിയാണ്. ആ വർണ്ണങ്ങൾക്ക് മാതൃകയാകുന്നതിന് പകരം അങ്ങ് ഇത് ഭക്ഷിച്ചാൽ, കാരണം ബ്രാഹ്മണന് മാംസം നിഷിദ്ധമാണ്. പ്രത്യേകിച്ചും ഒരു പട്ടിയുടെ മാംസം അങ്ങ് ഒരിക്കലും കഴിക്കരുത്. ഇപ്പൊ അങ്ങ് എന്താ ചെയ്യാൻ തുടങ്ങിയത്? ഒരു ചണ്ഡാലന്റെ കുടിലിൽ കയറി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അത് ഏറ്റവും വലിയ തെറ്റാ. ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ചണ്ഡാലന്റെ കുടിലിൽ മോഷ്ടിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും മാംസം. അതുകൊണ്ട് അങ്ങ് നമ്മുടെ സമുദായത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും തടഞ്ഞു. പക്ഷെ അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ, ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉപായം കണ്ടേ പറ്റൂ. മരണം ഉറപ്പാണ് എന്ന് കണ്ടാൽ നമ്മൾ ആ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഉപാധി സ്വീകരിക്കണം. അതിനു വേണ്ടി ഞാൻ ഈ പട്ടിമാംസം കഴിക്കും, കഴിക്കാൻ തീരുമാനിച്ചു, അങ്ങ് തടയണ്ട എന്ന് പറഞ്ഞു. ഇനി ഞാനിത് കഴിച്ചിട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അപ്പൊ ചണ്ഡാലൻ പറയാ തടഞ്ഞിട്ട്, അതെ അങ്ങ് ബ്രാഹ്മണനാ, ഇത് നിഷിദ്ധാണെന്ന് മാത്രമല്ല ഇത്ര കാലം അങ്ങത് കഴിച്ചിട്ടില്ലല്ലോ മാംസം. ഇനിയിപ്പോ അങ്ങ് ഈ പട്ടിമാംസം കഴിച്ചിട്ട് എങ്ങാനും ചത്തുപോയാൽ
ബുദ്ധിമുട്ടായില്ലേ, അതുകൊണ്ട് കഴിക്കണ്ട. അപ്പൊ പറയാണ്, ഇത് കഴിച്ചിട്ട് ഞാൻ ചത്തില്ല, ജീവിച്ചു എന്ന് കൂട്ടിക്കോളൂ. ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എന്ത് ചെയ്യാം? പ്രായശ്ചിത്തം ചെയ്യാലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പട്ടിമാംസം ഞാൻ കൊണ്ടുപോകും. പിന്നീട് ആ ചണ്ടാലൻ ഒന്നും മിണ്ടിയില്ല, മൗനത്തോടുകൂടി അവിടെ നിന്നു. മൗനം ദീക്ഷിച്ച് അങ്ങനെ നിന്നപ്പോ ഉറപ്പായി ഇയാൾ സമ്മതിച്ചു എന്ന്. മോഷ്ടിക്കാൻ വന്നതാണേ ഇദ്ദേഹത്തിന്റെ ഭക്ഷണം. കാരണം മഴ പെയ്യാത്തത് കാരണം ജീവജാലങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയാണ്. വേഗം ഇദ്ദേഹം എന്ത് ചെയ്തു എന്നോ, അദ്ദേഹം വെറുതെ നിൽക്കുകയാണ്. മൗനം സമ്മതാന്ന് കണ്ടപ്പോ ആ കയറിൽ നിന്ന് പട്ടിയുടെ മാംസം ഇങ്ങോട്ട് അഴിച്ചെടുത്തു. ആ മാംസം അഴിച്ചെടുത്ത് നേരെ ഉൾക്കാട്ടിലേക്ക് പോയി. ഉൾക്കാട്ടിൽ പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ? കുറച്ച് വെള്ളം, അരുവിയൊക്കെ വറ്റി തുടങ്ങിയിട്ട് വെള്ളം ശേഖരിച്ച് ഒരു പാത്രത്തിലിട്ട് ആ മാംസം പാകം ചെയ്തു. പാകം ചെയ്തതിന് ശേഷം ആ മാംസത്തെ, ബ്രാഹ്മണനല്ലേ, നമ്മളാണെങ്കിൽ വലിച്ചു വാരി അങ്ങോട്ട് കഴിക്കും. ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തെ എത്രത്തോളം അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന്. അദ്ദേഹം ആ പാകം ചെയ്ത ഭക്ഷണത്തെ ആദ്യം ദേവന്മാർക്ക് നിവേദിച്ചു, സമർപ്പിച്ചു. അപ്പൊ അതെന്തായി? ഹോമാന്നം ആയി മാറി. അതായത് ഇപ്പൊ നമ്മളെല്ലാവരും ഇതാ ഭക്ഷണം എന്ന് കേട്ടപ്പോഴേക്കും ഓടിപ്പോകുന്നുണ്ട് അല്ലേ? ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ക്ഷണനേരയുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഭക്ഷണത്തെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ നമ്മൾ ഹവിസ്സാക്കിയിട്ട് വേണം കഴിക്കാൻ. ഗീതയിലെ ഒരു മന്ത്രം, അന്നപൂർണ മന്ത്രമായിട്ട് നമ്മൾ ചൊല്ലാറുണ്ട്. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. എന്താ? അന്നം ബ്രഹ്മമാകുന്നു. അന്നം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടല്ലേ പ്രഭാഷണം തുടങ്ങിയത്. ആ ബ്രഹ്മമാകുന്ന അന്നത്തെ വയറ്റിലേക്ക് ഇട്ടാലോ, അപ്പോ ആ ഹവിസ് അന്നമാകുന്നു. എല്ലാം അന്നമയമാകുന്നു കൃഷ്ണ. അതുകൊണ്ട് ഈ അന്നം കഴിക്കുന്ന എത്ര ഫാറ്റ് ആൻഡ് ബോസ് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല, അത്ര ഹവിസാക്കിയിട്ട് കഴിച്ച. ഇവിടെ ആ അന്നത്തെ കുറിച്ച് അങ്ങനെ വിശദമായിട്ട് പറയാണ്. ഇദ്ദേഹം ആ അന്നത്തെ ഹോമിച്ചു. ആ ഹോമാന്നത്തെ എടുത്ത് വീണ്ടും അദ്ദേഹം പിത്രം, ദൈവം എന്നീ കർമ്മങ്ങളിലൂടെ ദേവതകൾക്ക് സമർപ്പിച്ചു. അതിനും ശേഷം സ്വന്തം പിതൃദേവതകളെ സ്മരിച്ചുകൊണ്ട് അവർക്കും സമർപ്പിച്ചു. ആ സമയത്ത് ദേവേന്ദ്രന് സന്തോഷായി. ഇതുവരെയും ഹോമം, ആരും ഹോമം പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല, 12 വർഷമായി വെള്ളം പോലും ഇല്ല, മഴ ഇല്ല. അതുകൊണ്ടാ ദേവേന്ദ്രന് ഹോമാന്നം കിട്ടിയതോടുകൂടി സന്തോഷമായി. മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ? വെള്ളമായി, കുളങ്ങളൊക്കെ നിറഞ്ഞു, പുഴ ഒഴുകാൻ തുടങ്ങി, കിണറിൽ വെള്ളമായി, ജീവജാലങ്ങൾക്ക് സന്തോഷമായി. മഴ പെയ്താൽ തന്നെ ഒരു സുഖാല്ലേ? അത് കഴിഞ്ഞതും കുറച്ച് കാലഘട്ടത്തിന് ശേഷം ധാന്യങ്ങളെല്ലാം ഉണ്ടായി, അവരുടെ ആ ക്ഷാമം എല്ലാം മാറി. ഇങ്ങനെയാണ് ആ കഥ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മാംസം കഴിച്ചൂലോ ജീവൻ നിലനിർത്താൻ, ആ വിശ്വാമിത്ര മഹർഷി പിന്നെ എന്താ ചെയ്ത്? അദ്ദേഹം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടി കൊടുങ്കാടുകളിൽ പോയി കഠിന തപസ് ചെയ്തു. അതിലൂടെ അദ്ദേഹം യവനനായി മാറി ഒരുപാട് സിദ്ധികൾ നേടി എന്നും പറഞ്ഞാണ് ഭീഷ്മ പിതാമഹർ മഹാഭാരതത്തിലെ ഈ കഥ സമർപ്പിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? മഹാഭാരത കഥകളിലൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. ആ കഥകളെല്ലാം മനസ്സിലാക്കണ്ടേ. ഇവിടെ എന്താ ഉണ്ടായത്? രാജാവാകാൻ പോകുന്ന ഞാൻ, രാജ്യത്ത് അധർമ്മം, കൊള്ളക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ധർമ്മപുത്രർ ചോദിച്ചപ്പോൾ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ കഥയിൽ നിന്ന് എന്താ ധർമ്മപുത്രർക്ക് മനസ്സിലായത്? നമ്മുടെ ജീവൻ ആപത്താണ് എന്ന് കണ്ടാൽ ഏത് മാർഗം, ഏത് ഉപായം സ്വീകരിച്ചും നമ്മൾ ആ ജീവനെ നിലനിർത്തണം. എന്താ അർത്ഥം? ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. മനസ്സിലായില്ലേ? പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെങ്കിൽ, ബ്രാഹ്മണനാണെങ്കിൽ കൂടി എന്താണോ ഭക്ഷണം അത് ഒരു പാത്രത്തിലായി ഭക്ഷണമായി നമ്മുടെ മുന്നിലെത്തിയാൽ പിന്നെ നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? അത് കഴിക്കുക എന്നുള്ളതാ ഉത്തരവാദിത്വം. അതുകൊണ്ട് അന്നത്തെ ഒരിക്കലും നാം നിന്ദിക്കരുത്. പലരെയും പരിഹസിക്കാറില്ലേ? ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന്, ധർമ്മപുത്രരോട് എന്താ പറഞ്ഞത്?
ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മളുടെ മനോധർമ്മത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കണം. ഇവിടെ എന്തായിരുന്നു? വിശ്വാമിത്ര മഹർഷിയുടെ മനോധർമ്മം. ചണ്ടാലനറിയാം എല്ലാ കാര്യങ്ങളും സമുദായത്തില്. എന്നിട്ട് ആ ചണ്ടാലന്റെ വലിയ വലിയ ഉപദേശങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് ബ്രാഹ്മണോത്തമനായ വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിന്റെ മനോധർമ്മത്തിനനുസരിച്ച് ദേവതകൾക്ക് ഹോമാന്നം സമർപ്പിച്ച് മഴ പെയ്യിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു മഹാഗ്രന്ഥത്തിൽ നിന്നും ഒരു പ്രഭാഷണത്തിലൂടെ നിങ്ങളിലേക്ക് എത്തണം. ഇവിടെ തൈത്തിരീയം പറയുന്നതാ അന്നം ന നിന്ദ്യാത്. അതുകൊണ്ട് അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. ഈ ഭക്ഷണം കഴിഞ്ഞാൽ നോക്കൊണ്ടു ആ വേസ്റ്റിന്റെ ആ തെങ്ങിന്റെ ഭാഗത്ത് എത്ര ഭക്ഷണം ഓരോരുത്തരും വെറുതെ നശിപ്പിച്ച് കളയുക. ഒരു കർഷകൻ എത്ര പണിയെടുത്താലാ ഒരു ധാന്യത്തിന്റെ മണി ഉണ്ടാവുന്നത്, ഒരു പച്ചക്കറി ഉണ്ടാവുന്നത് അല്ലേ? ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ വേർപ്പ അധ്വാന. അതിനപ്പുറം ഈ കമ്മിറ്റിക്കാരെന്ത് ഇവിടെ സംഘടിപ്പിക്കാൻ എത്ര പൈസ ചെലവാക്കി. അതും കഴിഞ്ഞ് അതിനെ പാചകം ചെയ്ത് നമ്മുടെ മുന്നിൽ നമുക്ക് വിളമ്പും കൂടി വേണ്ട, അങ്ങനെ വിളമ്പി വെച്ച് തരാൻ ഒരുപാട് അധ്വാനം അതിന് പിറകിലുണ്ട്. നമ്മൾ എത്ര കഴിക്കാവൂ? ഭക്ഷണം ക്ഷണനേരം കൊണ്ട് തീരാവുന്ന ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണമേ കഴിക്കാവൂ. എന്താ ലൗകികനും യോഗീശ്വരന്മാരും തമ്മിലുള്ള വ്യത്യാസം? ലൗകികൻ ഭക്ഷിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നത് അല്ലേ? രാവിലെ തുടങ്ങും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും കിടന്നുറങ്ങലും. യോഗീശ്വരന്മാരോ അവർ നാമജപം മന്ത്രം ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? സൽക്കർമ്മങ്ങളിലൂടെ ജീവിക്കുന്നു. അതിന് ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നു. ഇനി എന്തിനാപ്പം എല്ലാ വർഷവും ഈ ഡാൻസ് നിർത്തി 1 മണിക്കൂർ പ്രഭാഷണം വെക്കുന്നേ? എന്തിനാപ്പം ഇത് കേട്ടത്? കുറച്ച് പേരൊക്കെ കേട്ടൂലേ? കുറെ പേര് കേട്ടവർ പകുതി ഇട്ട് പോയി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആത്മീയ സംസ്കാരം എന്നുള്ളതാ. എന്താണോ നമ്മൾ ഓരോ വർഷവും ഇപ്പോൾ കണ്ണൻ്റെ വേഷം കെട്ടി നമ്മുടെ കുട്ടികൾ തന്നെയാ എല്ലാ വർഷവും ഇവിടെ ഡാൻസ് കളിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ഒരു ഈശ്വരീയമായ ഭാവം. നമ്മളുടെ ആവർത്തനം എല്ലാ വർഷവും ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ആവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ നാമം ആവർത്തിച്ച് ജപിക്കണേ? 108 നാമം ജപിക്കൂ. അല്ലെങ്കിൽ ഭജന എല്ലാ വർഷവും ഈ കാലം വന്നു കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പോ ഭജനയായി. അല്ലെങ്കിൽ നമ്മളൊരു ഗ്രന്ഥപാരായണം സപ്താഹം ഇതൊക്കെ വർഷാവർഷം ഉത്സവം ഒക്കെ നടത്തുന്നുണ്ട്. മണ്ഡലകാലം വന്നാൽ പിന്നെയും മലയ്ക്ക് പോകുന്നു. എന്തിനാണ് ഈ ആവർത്തനം? പലരും ചോദിക്കുന്ന ചോദ്യം. ആവർത്തനത്തിലൂടെ നമ്മളുടെ ആത്മീയ സംസ്കാരത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയും. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ആത്മീയ സംസ്കാരം ഉണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. ഇപ്പം ഈ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കും അന്നത്തെ നിന്ദിക്കരുത്, അന്നം വേസ്റ്റ് ആക്കരുത്, ഇതൊക്കെ സ്കൂളിലും പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും. അതുപോലെ തന്നെയാ കീർത്തനങ്ങളും. ഇപ്പം ഇവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നൊരു ഭജന അങ്ങോട്ട് ചൊല്ലുക. കുറച്ച് സമയം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞാൽ അത് പോയി. അപ്പൊ എന്ത് ചെയ്യണം? ആവർത്തനത്തിലൂടെ ആത്മീയ സംസ്കാരത്തെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അതിനു വേണ്ടിയാണ് എല്ലാ വർഷവും പ്രഭാഷണം വെക്കുന്നത്, സത്സംഗങ്ങൾ വെക്കുന്നത്. കാരണം ഇതൊക്കെ വലിയ ഒരു യജ്ഞ. 41 ദിവസത്തെ മണ്ഡല താല്പര്യം എന്ന് പറഞ്ഞാൽ അന്ന് കഴിയാൻ പോവല്ലേ. അത്ര വലിയ ഒരു യജ്ഞം വെച്ചിട്ട് പണ്ടത്തെ രാജസൂയം പോലെ വലിയ വലിയ അശ്വമേധയാഗം പോലെ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ ചെറിയൊരു സത്സംഗം വെച്ചില്ലെങ്കിൽ അതങ്ങ് പൂർണ്ണമാവില്ല. അതിനെക്കുറിച്ച് അറിവുള്ള കമ്മിറ്റിക്കാരെന്ത് ചെയ്യും? 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വരും. അപ്പോൾ കേൾപ്പിക്കാം മഹാപാപികളെ എന്ന് വിചാരിക്കും. പക്ഷെ ഭക്ഷണം അവിടെ കൗണ്ടർ തുറന്നാലോ? ഭക്ഷണം തുറന്നിട്ടും പോവാതെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവര് ആത്മീയതയിൽ ഒന്നങ്ങോട്ട് ഉയർന്നവരാ. കാരണം എന്തിനാണ് ഈ ജന്മം കിട്ടിയത്? ഇത് കഴിഞ്ഞ വർഷം കേട്ടതാ വിചാരിക്കേണ്ട. എന്താണ് ഞാൻ എൻ്റെ ആത്മാവിനെ ഉദ്ധരിക്കാൻ ചെയ്തത്? അതിനാണ്. മറ്റുള്ളവരുടെ ജീവിതം നോക്കൂ, ആത്മീയമായ സംസ്കാരത്തിൽ ഊന്നിയിട്ടാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈന്ദവരെന്താ ചെയ്യുന്നത്? ഭക്ഷണമാണ് പ്രധാനം. അത് കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോകാലോ, കിടന്നുറങ്ങാലോ. പക്ഷെ അതല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ നിലനിർത്താൻ ക്ഷണനേരം മാത്രം വേണ്ടതാ. അതിനും അപ്പുറം ചിലർ പറയും പ്രഭാഷണം കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു ടീച്ചറെ ഇനി ചോറ് വേണ്ട. അങ്ങനെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം
ഒന്നാണ് എന്ത് പ്രഭാഷണം എന്ന് പറയുന്നത്. ജീവിതം കിട്ടി ഉണ്ടുറങ്ങി നായകളെ പോലെ ഊരിട്ട് കഴിഞ്ഞാൽ പോരാ. എന്താ ആചാര്യസ്വാമി പറഞ്ഞ്? മനുഷ്യരൂപേണ മൃഗം ചരന്തി. ഒക്കെ മനുഷ്യന്റെ രൂപയുള്ളൂ. മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കാൻ കടന്നുറങ്ങുക. ആത്മീയത ഇല്ല. ആത്മീയത വേണമെങ്കിൽ എന്ത് വേണം? ഇത്തിരിയെങ്കിലും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ എത്രേ ഇങ്ങനത്തെ സത്സംഗ വേദിയിൽ നിങ്ങൾ എത്തിപ്പെടും. പിന്നെയും നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലേ എത്ര അവിടെ ഇരിക്കാൻ തോന്നുള്ളൂ. അമൃത് കടയും പോലെയാണ്. ആദ്യം കടഞ്ഞപ്പോ എന്താ വന്നേ? കാളകൂടം അല്ലേ വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ലക്ഷ്മി ദേവി ഒക്കെ പൊങ്ങി വന്നൂല്ലേ. അവസാനം അമൃതം കലശേ വഹൻകരാഭ്യാം അഖിലാർത്തിൻ ഹരമാരുതാലയേശ. അവസാനം അമൃതകുംഭവുമായി ധന്വന്തരി പൊന്തി വന്നു. അതുപോലെയാണ് അത്ര പ്രഭാഷണം കേട്ട. ആദ്യം തോന്നി ഇരിക്കണ്ട കുറച്ചിരുന്നാൽ കുഴപ്പമില്ലാലോ. മഹാഭാരതം ഇങ്ങനെ സംഭവമൊക്കെ ഇതിലുണ്ട് ഇല്ലേ. ഭക്ഷണം എത്ര പ്രാധാന്യമുള്ളതാണല്ലേ. എന്തിനാ ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ഇത് കേൾക്കുന്നേ? ഇങ്ങനെ ചിന്തിക്കണം, മനനം ചെയ്യണം. അതാണ് ചിന്ത. എന്താ ചിദാനന്ദപുരി സ്വാമി പറയാ? നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ എല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ പ്രഭാഷണം ഞാൻ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും കാര്യം അറിയാൻ ആഗ്രഹമുണ്ടോ? യജ്ഞം ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി. ഓം ഹരി തത്സത്.